ഒന്ന് കുളിപ്പിച്ച് മുഖമൊക്കെ കഴിയിട്ടുണ്ടായി. കാല് ശരിക്കും പൊട്ടും അല്ലേ? അയ്യോ. ചേട്ടായി വരെ നമ്മൾ ഇപ്പോൾ വന്നേ ഉള്ളൂ കട അടച്ചിട്ട്. അപ്പോൾ നമ്മുടെ ജഗ്ഗു നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മുടെ താറാവ് റോട്ടിലൂടെ 2-3 ദിവസമായിട്ട് അവൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഞാനാണ് അവിടെ നിന്ന് റോട്ടിൽ കണ്ടിട്ട് ആട്ടി വിട്ടത്. അപ്പോൾ പെട്ടെന്ന് അതിനെന്തോ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു ലെവലിൽ അതിന് പിടിച്ചിട്ടൊരു പെട്ടിയിലിട്ട് വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടിയിൽ കാണിച്ചു കൊടുക്കണമത്തെ ഇതിൻ്റെ ഉള്ളിൽ അവനെ പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഓടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് ഓട്ടമുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ നോക്കട്ടെ. എന്തായാലും തിമിർ കൂടിയിട്ടുണ്ട് ആൾക്ക്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ കൂട്ടിൽ തന്നെ ആയിരുന്നു. കൂട്ടിൽ തന്നെ ഇരുന്ന സാധനം വന്നിട്ട് ഞാൻ പിന്നെ തുറന്നൊക്കെ വിട്ട് കഴിഞ്ഞാൽ കോഴികളുടെ കൂടെയൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര തിമിരായി. ഒരേ ഓട്ടം ചാട്ടമൊക്കെ. പിന്നെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുകയൊന്നും ചെയ്തില്ല. ഇപ്പോൾ നോക്കിയപ്പോൾ റോട്ടിൽ അവിടെ അറ്റം മില്ല് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇന്നലെ അമ്മച്ചീനെ ആട്ടി വിട്ടു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. എന്താ പറയുക, എന്തൊക്കെ പറ്റിയെന്ന് അറിയില്ല. നോക്കട്ടെ. മഞ്ഞപ്പൊടി എന്തൊക്കെ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. കാലിൽ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. കിടത്തോണം. ബെല്ല പോവും. ബെല്ല പോടാ. പോ. നീ പോ. എനിക്ക് കാലങ്ങനെ പിന്നെ നോക്ക്. പോ നീ പോ. ഹലോ. ആള് സൈലന്റ് ആയിട്ട് എല്ലാം ചെയ്ത് വെച്ചുകൊണ്ട് മിണ്ടാതെ കിടക്കണണ്ട. നീയൊക്കെ എന്താ ചെയ്യണ്ട? പാവം, സങ്കടമുള്ള സീനാണ്. നീ പറഞ്ഞിട്ട് കാര്യമില്ല. സ്പ്രേ ഇവിടെ ഉണ്ട്. നമ്മുടെ ബെല്ലയ്ക്ക് കൊണ്ടുവന്ന് അടിക്കാൻ പറ്റിയ സ്പ്രേ. അല്ലടാ, ബ്രൂണോയ്ക്ക് ആനന്ദിനോ അന്ന് കൊണ്ടുവന്നതിന്റെ ശരി, എന്തിനെങ്കിലും ആവട്ടെ. അപ്പം ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറി വെക്കാനുള്ള മഞ്ഞപ്പൊടി തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാം. കിടക്കടി അല്ല കിടക്കട. പൊട്ടില്ല സംഭവം, നീർന്നുണ്ടാവും. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലം ബ്ലഡ് തുടയ്ക്കാനില്ല. എന്താ കാര്യം ചോദിച്ചെടുത്ത് പുള്ളു പൊട്ടുണ്ടല്ലോ. ഇല്ല, പൊട്ടില്ല. കാലിൽ പൊട്ടില്ല സംഭവം. വന്നിട്ട് പൊട്ടില്ല, പക്ഷെ ഇല്ലേ മറ്റേ അടിയിലാണ് പ്രശ്നം. നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഞാൻ ഇന്നലെ, അധികം ഓടണ്ട, ഇതിൽ ഓടണ്ട. റോട്ടിൽ കൂടെ അങ്ങനെ തുറക്ക പിടിച്ച് ഓടണം. ആ പട്ടികളോ കിട്ടികളോ ആരെയും പിടിച്ചിട്ട് പോകുന്നുള്ള വെളിവൊന്നുമില്ല എനിക്ക്. മണ്ടേ ഇല്ല. ഇല്ല, കുഴപ്പമില്ല. ഇല്ല. അപ്പോൾ സൈലൻ്റായി കിടക്കണ നോക്ക്. തിമിര് കാണിച്ചിട്ട് ഇപ്പം ഇത്ര നേരം ഓടി കഴിഞ്ഞ് കാട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇനി എങ്കിലും ഓടരുത് കേട്ടോ. ഓക്കെ, റെസ്റ്റ് ചെയ്യണം കേട്ടോ തൽക്കാലം. ഓക്കെ, വേറെ വഴിയൊന്നുമില്ല. ഓടിയതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയത്. കാല് കേട് വന്നത്. ശരി, കഴിച്ചോ, കടന്നോട്ടാ. തൽക്കാലം ഇങ്ങനെ കെട്ടി വയ്ക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇവ കൊല്ലാനൊന്നും തോന്നിയിരിക്കട്ടെ. അല്ലേ അല്ലേ കൊടുത്തോളൂ. എന്താണ് നീ വെട്ടി കൊടുക്കാം നമ്മുടെ താറാവ് കൂട്ടനെ. കാലിനെയൊക്കെ കേടും വരുത്തിയിട്ട് അങ്ങനെ ഉണ്ടാവും ഒരു സാധനം. അയ്യടാ, എന്താ കുടിക്കല്. അതാക്കാം ആയിട്ട് വരുന്നുണ്ട്. അത് ചോര നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ബോധം പറഞ്ഞ സാധനമില്ല. അങ്ങനെ ഓട് തന്നെ. അതിന് ഈ തിമിര് കാണിച്ചു ചെയ്തിട്ട് പോയിട്ട് ആ വണ്ടിൻ്റെ മേലെ പോയി വീണിട്ട് മണ്ടൻ. അതിനാണ് ചോദിച്ചത്. അങ്ങനെ വൃത്തി കൂടുതലുള്ള സാധനമാണ്. നിൽക്ക് കാലിളക്കല്ലേ. കാല് നമ്മൾ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു വെക്കുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ വെച്ചില്ലല്ലോ അല്ലേ? അയ്യോ, പിന്നെ കൂട്ടി തന്നെ ഇറങ്ങണം. നമ്മുടെ ഇറങ്ങടാ കൂട്ടിട്ടേ. ഇനി റെസ്റ്റാണ്. ഇനി ഓട്ടവും ചാട്ടവും ഒക്കെ നിർത്തി വെച്ചിട്ട് മെല്ലെ. നിൽക്ക്. തിമിരിനൊരു കുറവില്ല എന്നാലും. ശരി, നിൽക്കടാ. ഈ കാലിനെയൊക്കെ അനക്കി കേട് വരുത്താൻ വേണ്ടിയിട്ട് കാല് ശരിക്കും നിൽക്കാൻ പറ്റുന്നില്ല. ശരിയാകണം. അവസ്ഥ കണ്ടോ കാലവൻ്റെ. എന്താണ് വൈകുന്നേരം കഴിച്ചത്? കഴിച്ചടാ.